ഹായ്, ഇന്ന് ജീവശാസ്ത്രം എന്ന ഭാഗത്ത് നിന്നും കേരള PSC ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പപ്പായയുടെ ജന്മദേശം ഏത്? പപ്പായയുടെ ജന്മദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണല്ലേ, അമേരിക്ക. ഏതാണ്? അമേരിക്കയാണ്. രണ്ടാമത്തെ ചോദ്യം, നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ, കാറ്റ്. ഏതാണ്? കാറ്റാണ്. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെങ്ങ്. ഏതാണ്? തെങ്ങാണ്. അടുത്തത്, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന. ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ്. നമുക്ക് നോക്കാം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. എന്തെല്ലാമാണ്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തലച്ചോറ്. ഏതാണ്? തലച്ചോറിനെയാണ്. അടുത്തത്, എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് O ഗ്രൂപ്പാണ്. ഏതാണ്? O ആണ്. O. അടുത്തത്, ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഇലക്ട്രോ കാർഡിയോഗ്രാം. ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. അടുത്ത ചോദ്യം, ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ചോദ്യം, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? ഹീമോഫീലിയ. ഏതാണ്? ഹീമോഫീലിയാണ്. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ജനീവ. ഏതാണ്? ജനീവയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ ആണ്. ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.